അതെ നമ്മള് ഇപ്പൊ കൊറേ ആയിട്ട് ചെറിയ ചെറിയ വരുമാനം നമുക്കുള്ളു. അതുമല്ല ഈ ചെറുതെങ്കിലും 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയിട്ട്. അതെ അതപ്പൊ ഇനി വേണ്ടത് നമുക്കൊരു വലിയ സംഖ്യ തന്നെ കിട്ടണം. വലിയ എമൗണ്ട് അതിന് പറ്റിയ വലിയ വമ്പന്മാരെ നമുക്ക് പിടിച്ചാൽ മതി. ഈ ചെറിയ പരിപാടിക്ക് ഇതെല്ലാം നിന്റെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. നിന്റെ ബുദ്ധിയും നിന്റെ ആക്ടിങ് പോലെ ഇരിക്കും നമ്മൾ വലിയ എമൗണ്ട് കിട്ടുന്നത്. ഇതുവരെ ഇനിയിപ്പോ ഈ ചെറിയ പരിപാടി ചെയ്തിട്ട് കാര്യമില്ല. ഇല്ല, എന്തെങ്കിലും വേണമെങ്കിൽ രക്ഷപ്പെടാനുള്ള എമൗണ്ട് കിട്ടണം. തിരിഞ്ഞ് ഇവിടെ ഇരിക്കാം നമുക്ക്. ഇതാകുമ്പോ ആരെങ്കിലും വഴി കൂടെ പോണവരെ കണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റൂലോ. പിന്നെ അടുത്തൊരു പ്ലാൻ നടന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു പദ്ധതി ഇറങ്ങുന്നുണ്ട്. വെറുതെ പൈസ കിട്ടിയിട്ട് ഇങ്ങനെ പൊടിച്ചു കളഞ്ഞിട്ട് വല്ല കാര്യമില്ല. ജീവിതം മുന്നോട്ട് പോകില്ല. നമുക്കൊരു പണിയാം. അടുത്തതില് നല്ലൊരു വമ്പൻ പണി കിട്ടിയിട്ട് നേരെ വാഗമണ്ണിലോ മൂന്നാറിലോ ഒരു റിസോർട്ട് അങ്ങ് പണിയാം. റിസോർട്ട് നല്ല പ്ലാനാ. നമുക്ക് ഈ വിനോദസഞ്ചാരികൾ ഇഷ്ടം പോലെ വരൂലേ. പിന്നെ നല്ല ടൂറിസ്റ്റുകൾ ഒരുപാട്. നമുക്ക് അങ്ങനെ ഇവിടെ നിന്ന് മാറി കുറെ ആയിക്കഴിഞ്ഞ് വീണ്ടും ആർത്തി മൂത്ത് പോയി കഴിഞ്ഞാണ്ടല്ലോ നമ്മള് ഏതെങ്കിലും തട്ടിപ്പ് പെട്ടു പോകും. അല്ല നല്ലൊരു സ്റ്റോപ്പ് ചെയ്യാം പരിപാടി. നല്ലൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പരിപാടി നിർത്താതെ. അതെ, ഇവളെങ്കിലും പോയി രക്ഷപ്പെട്ടെ. അതെന്താ അവള് രക്ഷപ്പെടുത്ത്? അല്ലാതെ നിന്നെ കൂട്ടിയേക്കണ പിന്നെ ഞങ്ങള് മാത്രം രക്ഷപ്പെടാനാ. നീ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. ആരെങ്കിലൊക്കെ ഒന്ന് തടയും. നമ്മള് പിന്നെ എന്തിനാ എവിടെ ഇരുന്നിരിക്കുന്നത്? ഇവിടെ നല്ലൊരു പ്ലേസ്. അവിടെ ഒരുപാട് പണക്കാര് പ്ലാൻ ചെയ്ത് ചെയ്യണട്ടെ. അപ്പൊ നമുക്കേ ഇതെന്താ അറിയോ, അത് നല്ലൊരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് ഇതിലൂടെ അവസാനിപ്പിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെടും. ഉറപ്പ്. പിടിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു എമൗണ്ട് സമ്പാദിച്ചതിന് ശേഷം ഈ പരിപാടി നിർത്തണം. അത്യാഗ്രഹം മൂത്ത് നമുക്ക് വീണ്ടും തട്ടിപ്പടുത്താന്ന് വെച്ചാൽ പൊക്കും. അപ്പൊ അത് വേണ്ട. എന്തോ ഒരു പരിചയം. അയ്യോ, അത് നമ്മുടെ അച്ചായനാണ്. പൂത്ത കാശുകാരൻ. പുള്ളിനെ എനിക്കറിയാം, പക്ഷെ പുള്ളിക്ക് എന്നെ അറിയില്ല. പുള്ളിയുടെ 2 മക്കള് ഇറ്റലിയിലുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ കാശ് അയച്ചു കൊടുത്തിട്ടേ പോയി ബാങ്കിൽ നിന്ന് കാശ് എടുത്തോണ്ട് വന്നിരിക്കുന്ന ഇരിപ്പാ. നമുക്കൊന്ന് പണി കൊടുത്താലോ? അത് ചെറുതായിരിക്കും. വേറെ സാധനം പുള്ളിയുടെ ഉണ്ട്. നമുക്ക് നല്ലപോലെ ഉണ്ടാക്കാൻ പറ്റും. എന്തായി, നീ റെഡി? ഇതില് നല്ല പൊടിയുണ്ട്. പൊടി കാണുന്നുണ്ട്. സിമ്പിളായിട്ട് നടക്കുള്ളൂ. സിമ്പിളാ പുള്ളി. എടുത്തോ, 3-4 പൊട്ടിച്ചോ. 3-4 പൊട്ടിച്ചോ. എനിക്ക് പ്ലാൻ ചെയ്യാം. മൊബൈൽ സെറ്റാക്കാം.
ഇതിന്റെ കാര്യമില്ല, അത് സൂപ്പർ സൂപ്പർ. ഇതില് ഉറപ്പ് ഇത് മതി. ഇത് വെച്ചിട്ട് വേണം ഇത് ഒപ്പിട്ടോ. ഇനിയിപ്പോ പോയിട്ട് എടുത്തിരിക്കുക, നല്ല സാവകാശം കാണിച്ച് ഞാൻ സെറ്റാക്കിയിട്ട് വരാം. സെറ്റാക്കണം. ഇനി നിന്റെ പണിയാ, ഇനി നിന്റെ പണിയാ. ഓക്കെ, ഇതല്ലേ സെറ്റാക്കിട്ട് വരിക. ഇത് വെച്ചിട്ട് വേണം നമ്മള്. ഹലോ, ഇവിടെ അല്ലേ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇത് കണ്ടോ, ഇത് നിങ്ങൾ ഏത് ആരായിട്ട് എടുത്തതാണിത്? ഇത് നിങ്ങൾ കളഞ്ഞാലും എൻ്റെ വേറെ ഉണ്ട്. അത് ഉറങ്ങാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് പുറം ലോകം ഞാൻ അറിയിക്കും. എനിക്ക് ചൊറിച്ചിലിന്റെ അസുഖമുള്ളതാ. ആ ചൊറിച്ചിൽ ഞാൻ ഇപ്പം കണ്ടില്ലേ, ഇതാണ് നിങ്ങളുടെ ചൊറിച്ചിലെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, അതല്ല സാറേ. അപ്പോ അസുഖമുള്ളതാ. ചൊറിച്ചിലിന്റെ അസുഖത്തിന് ഗുളിക കഴിച്ചിട്ട് മയങ്ങിപ്പോയതാ. അപ്പൊ ഞാനിതൊന്നും ചെയ്യത്തില്ല, എനിക്കറിയത്തില്ല സാറേ. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല സാറേ. നിങ്ങൾക്ക് ഇയാളെ അറിയില്ല? ഇല്ല. ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് 2 പെൺകുഞ്ഞുങ്ങൾ. അവര് വിദേശത്താ. ആ, അപ്പൊ നന്നായി. അതെ, നമ്മുടെ വേറെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോയിട്ട് 18 വർഷമായി. ഇതിനിടയ്ക്ക് ഒരു വേണ്ടാകൂടത്തിന് ഞാൻ പോകുന്നത്. എന്റെ 2 കണ്ണുകളാണ്. അവരായിട്ട് പൈസ മേടിക്കാൻ ഞാൻ ബാങ്കിൽ പോയി പൈസയായിട്ട് ഇവിടെ വന്നതായി. എനിക്ക് ചൊറിച്ചിൽ വന്നപ്പോ ഗുളിക എടുത്ത് കഴിച്ചു പോയി. ഞാനിത് ഉറങ്ങിപ്പോയിട്ട് എന്താ സംഭവിച്ചത് എനിക്കറിയത്തില്ല സാറേ. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇതിപ്പോ വേറെ നോക്ക്, ഇത് പുറം ലോകം അറിയാതിരിക്കണമെങ്കിൽ, 2 പെമ്മക്കൾ അറിയാതിരിക്കണമെങ്കിൽ സാറേ ഞാൻ എന്ത് വേണേലും ചെയ്യാം. എനിക്ക് അഭിമാനമാണ്. എനിക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. ഞാൻ ഈ വെണ്ടുരുത്തി പാലത്തിൽ നാടോട്ട് ചാടും. അപ്പോൾ ചാടി ഞാൻ ചത്തുപോകും. അപ്പൊ അതിന് ചെയ്യേണ്ടത് താങ്കളുടെ കയ്യിലുള്ള പൈസ തരിക. ഒരു ഗുരുവാനായി പൈസ തന്നാൽ ഇത് ആരെ അറിയിക്കില്ല. ഇതിപ്പോ നമ്മൾ 2 മാത്രം അറിഞ്ഞിട്ടുള്ളൂ. പൈസ പ്രശ്നമല്ല സാറേ, എനിക്ക് എന്റെ അഭിമാനമാണ്. എന്റെ മോളയച്ച പൈസ ഇത് എത്രയുണ്ട്? 2 ലക്ഷം രൂപ ഉണ്ട് സാറേ. ഞാൻ ആരോടും പറയൊന്നുമില്ല. സാറ് കൊണ്ടുപോയി തിന്നാണ്ട് എന്റെ കുഞ്ഞുങ്ങൾ എന്നോട് ഒരു കണക്ക് ചോദിക്കത്തില്ല. എന്റെ മക്കളെ എനിക്ക് വാങ്ങിച്ച പൈസ അവന്മാര് കൊണ്ടുപോയി തിന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് 2 ലക്ഷം രൂപ ഉണ്ട്. പുള്ളിയുടെ അതായത് ഈ മാസം കിട്ടിയിട്ടുള്ളൂ. ഗുളിക കഴിച്ചു പോയി. ഞാൻ ഡോക്ടറെടുത്ത് പറഞ്ഞു എന്റെ മൊബൈലിൽ കിടക്കണേ. പുള്ളിക്കിട്ട് പണി കൊടുത്തോളം നിനക്കിട്ട് പണി കൊടുക്കാൻ എനിക്കറിയാം. ഞാൻ ഇതങ്ങ് ജനങ്ങൾക്കിടയിട്ട് ഇട്ട് കൊടുക്കും. അതുകൊണ്ട് നീ അധികം കളിക്കണ്ട. പിന്നെ ഇപ്പൊ നിങ്ങൾ എന്നോട് കാണിച്ച ചീറ്റിംഗ് ആണ്. അതെ, മാസ്റ്റർ ബ്രെയിൻ അതെന്റേതാ. നീ ഇപ്പൊ ചീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇത്രയും നാളും നമ്മളൊക്കെ കൂടി ചെയ്തത് എന്താ? ചീറ്റിംഗ് അല്ലേ? ഈ ആൾക്കാരെ മുഴുവൻ ചീറ്റ് ചെയ്തത് നമ്മളെല്ലാരും കൂടിയാ. പിന്നെ ഇവൻ മാസ്റ്റർ ബ്രെയിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അയാളുടെ അടുത്ത് പോയി സംസാരിച്ച് കാശ് മേടിച്ച ബുദ്ധി എൻ്റെ അല്ലേ? അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ഇടപെടണ്ട. ഇത് എനിക്കുള്ളതാണ്. 2 ലക്ഷം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ കാശ് എനിക്ക് വേണം. സത്യത്തിൽ ഇത് എത്ര ഉണ്ട്? 2 ലക്ഷം രൂപ അയാളുടെ വായിൽ നിന്ന്
കരഞ്ഞ് അയാൾ പറഞ്ഞാണ് അത് സത്യ. അപ്പൊ മൊത്തം എടുക്കാനാണ് പ്ലാൻ. ഇതെനിക്ക് വേണം. അപ്പൊ പുള്ളിക്കും ഇല്ല എനിക്കും ഇല്ല. നിങ്ങൾ 7 ലക്ഷം കൊണ്ടുപോയി പിന്നെ തന്നെ ചെയ്താൽ പോരായിരുന്നോ? ഞങ്ങൾ എന്തിനാ വെറുതെ ഇത്? 3 ലക്ഷം അല്ല, അടുത്തത് ഇവനുള്ളത്. അത് പറ്റില്ലടാ, എനിക്ക് ഇപ്പൊ വേണം. എടുത്തോ, ഇതെന്തായാലും തരത്തില്ല. നീ പറയുന്നതിന് ഉത്തരം തരുന്നത് ഈ തോക്കായിരിക്കും. എടുക്കണ പൈസ എടുക്കട, മാനേക്കട. ഇപ്പൊ എങ്ങനെയുണ്ട്? 3 പേരോട് പണി നടത്തിയ മൂഞ്ചി പോകും. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചത്. അയ്യോ, കാര്യക്കാര് വീതം വെച്ചാൽ മതിയായിരുന്നു. അവൻ എല്ലാം കൊണ്ടുപോയി.